ഇത് ദക്ഷിണ ചെന്നൈ. തമിഴ്നാട്ടിലെ എന്നല്ല രാജ്യത്തെ തന്നെ ഏറ്റവും പ്രബുദ്ധരായ വോട്ടർമാരുള്ള മണ്ഡലം എന്ന ഖ്യാതി ദക്ഷിണ ചെന്നൈക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മത്സരം മുന്നണികൾക്ക് അഭിമാന പോരാട്ടം കൂടിയാണ്. ചെന്നൈയുടെ മസ്തിഷ്കം എന്നറിയപ്പെടുന്നു ദക്ഷിണ ചെന്നൈ. സംഘകാലത്തിന്റെ ശേഷിപ്പുകളും ആധുനികതയും ഒരുപോലെ നിറഞ്ഞ മണ്ഡലം. വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായി മുന്നിൽ നിൽക്കുന്ന വോട്ടർമാർ. അണ്ണാ മുതൽ ആർ വെങ്കട്ടരാമൻ വരെയുള്ളവർ ഈ മണ്ഡലത്തിന്റെ സംഭാവനകൾ. DMKയുടെ ശക്തികേന്ദ്രത്തിൽ ഇത്തവണ RS ഭാരതി ഭരണകക്ഷിയെയും ചിറ്റിലപ്പാക്കം രാജേന്ദ്രൻ AADMKയും പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നു. സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ എൽ ഗണേഷ് ബ്രാഹ്മണ വോട്ടുകളിൽ വിശ്വാസമർപ്പിച്ച് BJPയുടെ സ്ഥാനാർത്ഥിയാകുന്നു. And the only national party contesting in this constituency is the BJP. And I am a known person here, not only in this constituency, in the entire Tamil Nadu. യുവ വ്യവസായിയായ ശരത് ബാബു മത്സരിക്കുന്നതും ഇവിടെ തന്നെ. മുൻ കേന്ദ്രമന്ത്രി ദയാനിധിമാരന്റെ മത്സരം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലമാണ് മധ്യ ചെന്നൈ. അതേസമയം ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിൽ ശക്തനായ എതിർ സ്ഥാനാർത്ഥിയെ അണിനിരത്തിയിരിക്കുകയാണ് AADMK ക്യാമ്പ്. നാട്ടിലുള്ളവരുടെ കയ്യിൽ വാച്ചില്ലെങ്കിലും മൊബൈൽ ഫോൺ ഉള്ളതിന് കാരണമായത് ഈ യുവാവിന്റെ ദിശാബോധമാണെന്ന പ്രചാരണമാണ് ദയാനിധിമാരന്റെ DMK ക്യാമ്പ് നടത്തുന്നത്. മുഹമ്മദ് അലി ജിന്നയാണ് മധ്യ ചെന്നൈയിലെ AADMK സ്ഥാനാർത്ഥി. മുസ്ലിം വോട്ടുകളെ ഏകോപിപ്പിക്കാൻ AADMK നടത്തുന്ന ശ്രമം കരുണാനിധി കുടുംബത്തിലെ അംഗമായ മാറിന് തലവേദനയായേക്കും. അന്തരീക്ഷ മലിനീകരണമടക്കം ഒരു മെട്രോ നഗരത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരു മണ്ഡലമാണ് വടക്കൻ ചെന്നൈ. അതുകൊണ്ട് തന്നെ ഇവിടെ മുഖ്യമുന്നണികളുടെ പ്രധാന പ്രചാരണ വിഷയവും ഇതുതന്നെ. CPI സ്ഥാനാർത്ഥി D പാണ്ഡ്യനാണ് AADMK നേതൃത്വം നൽകുന്ന വിശാല മുന്നണിയെ പ്രതിനിധീകരിച്ച് വടക്കൻ ചെന്നൈയിൽ മത്സരിക്കുന്നത്. പുതിയ സഖ്യത്തിന്റെ കരുത്ത് പാണ്ഡ്യന് ആത്മവിശ്വാസമേകുന്നു. നഗരമാലിന്യവും തീരദേശ പ്രശ്നങ്ങളും മുഖ്യ ചർച്ചയായ മണ്ഡലത്തിൽ DMK സ്ഥാനാർത്ഥി TKS ഇളങ്കോവനാണ്. BJP സ്ഥാനാർത്ഥി തമിളിസൈ സൗന്ദരരാജനാണ് ചെന്നൈ മണ്ഡലങ്ങളിലെ സ്ത്രീ സാന്നിധ്യം. പ്രമുഖരുടെ പോരാട്ട മണ്ഡലങ്ങൾ ഏറെയുണ്ടെങ്കിലും ഭരണസിരാ കേന്ദ്രത്തിൽ വിജയിക്കുകയെന്നത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചിലരെങ്കിലും കരുതുന്നു ചെന്നൈ വിജയിക്കുകയെന്നാൽ തമിഴ്നാട് പിടിച്ചെടുക്കുക എന്നത് തന്നെയെന്ന്. ചെന്നൈ മണ്ഡലങ്ങളിലൂടെയുള്ള റിക്ഷായാത്രയ്ക്ക് ശേഷം ചെന്നൈ കോർപ്പറേഷന് മുന്നിൽ നിന്ന് ക്യാമറാമാൻ അരുൺ ആലക്കോടിനൊപ്പം അനുപമ ഇന്ത്യ വിഷൻ.